അകത്തലമാരയിൽ നിനക്കായി ഒരു ഗൗൺ വാങ്ങി വെച്ചിട്ടുണ്ട്. അതണിഞ്ഞു വാ. Veronica? Veronica? The beautiful damsel. Veronica. Veronica is my lover. നീ ഇന്ന് എന്റെ വെറോണിക്കയാണ്. വെറോണിക്കയും ഞാനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ആത്മാവുകൾ മാത്രം പാടി നടക്കുന്ന ശ്മശാനത്തിൽ വെച്ച് നമ്മൾ ഇണചേർന്നു. ഡു യു നോ മൈ ലവ്? നീ ജനിച്ചത് മഞ്ഞുകൊണ്ട് മൂടിയ സ്ലോവാണിയിലെ ഒരു കുടിലിലാണ്. നീ മരിച്ചത് നോ 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 നീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കൈത്തണ്ടം മുറിച്ച് രക്തം വാർന്നു വാർന്നു. നീ എന്തിനാ ആത്മഹത്യ ചെയ്തു? Why did you commit suicide? നീ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? Why the hell did you commit suicide? Tell me, Veronica. A beautiful girl like you should not commit suicide. Why, Veronica? Tell me. Why? എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഇതെന്താ ഈ വേഷത്തില്? ഇന്ന് ഞാൻ വെറോണിക്കയാണ്. ഞാൻ ജനിച്ചത് സ്ലോവാനിയയിലെ മഞ്ഞ് പെയ്യുന്ന ഒരു കുടിലാണ്. മരിച്ചത് അല്ല, ഞാൻ ആത്മഹത്യ ചെയ്യായിരുന്നു. കൈത്തണ്ട മുറിച്ച് ചോര വാർന്ന് വാർന്ന്. ഡോക്ടറുടെ വട്ട് നിന്റെ തലയിലും കയറിയോ? കുറേശ്ശെ. ഞാനിപ്പോൾ ജീവിക്കേണ്ടത് ഡോക്ടറുടെ കഥാപാത്രങ്ങളായിട്ടല്ലേ. ചിലപ്പോൾ ഭാര്യ, ചിലപ്പോൾ അമ്മ, പെങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടാതെ പോയ ഓരോരുത്തരായിട്ട്. ചിലപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാതാവുന്നു മനു. ഈ അവസ്ഥയ്ക്ക് ഞാനും ഒരു കാരണക്കാരനാണ് അല്ലേ? പ്രിയ, കുറ്റബോധമോ പശ്ചാത്താപമോ അല്ല. ഞാനൊരു ജീവിതം തന്നാൽ. ജീവിതം അനന്തമായൊരു യാത്രയാണ്. പ്രതിബന്ധങ്ങൾ ചിലപ്പോൾ പ്രണയമായും വരാം. അതിനെ വിട്ടേക്കൂ. എനിക്കിടെ നഷ്ടങ്ങളേ ഉള്ളൂ. ശ്വേത പോലും എന്നെ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. എന്നെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല. ശ്വേതയെ കൊണ്ട് മാത്രം ചെയ്യാവുന്ന ചില കമ്മിറ്റ്മെന്റുകൾ ഇനിയും ബാക്കിയുണ്ട്. മടുത്തു കാണും, അല്ലെങ്കിൽ എല്ലാം നിർത്തി സ്വസ്ഥമായല്ലോ എന്ന് വിചാരിച്ചു കാണും. അങ്ങനെ പെട്ടെന്ന് പറ്റില്ല. അവൾ പുതിയൊരു ജീവിതം ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ അവളില്ലെങ്കിൽ എന്ത്? ആ സ്ഥാനത്ത് പ്രാരാബ്ദങ്ങളുടെ നടുവിൽ നിന്ന് മറ്റൊരുവൾ വരുമായിരിക്കാം. പക്ഷെ ഇപ്പൊ ശ്വേത തന്നെ വേണം, കുറച്ചു നാളത്തേക്കെങ്കിലും. വിട്ടേക്ക് മനു, നല്ലൊരു ജീവിതത്തിലേക്ക് അവൾ പൊയ്ക്കോട്ടെ. ആരെയും ഞാൻ തേടിപ്പോയതല്ല, ഒരിക്കലും നിർബന്ധിച്ചിട്ടുമില്ല. ആവശ്യക്കാർ എന്നെ തേടി വരികയായിരുന്നു. അവളും ഈ നഗരത്തിന്റെ അഴുക്കു കൂനുകളിൽ വീഴാതെ അവരെയൊക്കെ നക്ഷത്ര ബംഗ്ലാവുകളിൽ ഞാൻ എത്തിച്ചു. മാന്യമായ പ്രതിഫലം വാങ്ങിക്കൊടുത്തു, നല്ല ജീവിതവും. ഐ അഗ്രി, എനിക്കും നേട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഞാൻ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കൂട്ടിക്കൊടുപ്പുകാരൻ,
എന്ന പരിഹാസ പേര് വേറെ. ഇതൊരു ഞാണിന്മേൽ കളിയാണ്. ദുരന്തം കൺമുന്നിൽ തന്നെയുണ്ട്. അതുണ്ടാകാതിരിക്കാൻ ശ്വേതയെ കണ്ടേ പറ്റൂ. നിനക്കറിയാം അവൾ എവിടെയുണ്ടെന്ന്. ഞാൻ പറയാം, മനു പൊയ്ക്കുള്ളൂ. അവളോട് പറഞ്ഞേക്കേ, ആർക്കും ആരിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന്. പ്രത്യേകിച്ചും ചില കമ്മിറ്റ്മെന്റുകൾ ഉള്ളവർക്ക്. ശ്വേത, പനി മാറിയില്ലേ? മനു വന്നിരുന്നു. എന്നിട്ട് പോയി. എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ? എത്ര ഒളിച്ചോടിയാലും ഭൂതകാലം എന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഞാൻ അമ്മയോട് പറയാൻ പോവാ, ഈ കല്യാണം നടക്കില്ലെന്ന്. ഈ അവസാന നിമിഷത്തിലോ? വീട്ടുകാരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നടക്കാതെ വന്ന അവരനുഭവിക്കുന്ന വേദന ഒന്ന് ഓർത്തു നോക്ക്. കല്യാണം കഴിഞ്ഞ് വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നതിലും നല്ലതല്ലേ ഇതങ്ങ് നേരത്തെ അവസാനിപ്പിക്കുന്നത്. തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെട്ടാ പിന്നെ അതിന് എത്ര മേലങ്കി ഇട്ടാലും മിയാ കുൽപ്പ, മിയാ കുൽപ്പ, മിയാ മാക്സിമ കുൽപ്പ. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. മനസ്സ് കൊണ്ടും ശരീരം കൊണ്ടും എല്ലാ മനുഷ്യരും ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പിഴകളാണ്. ഈവൻ ദ ബിഗസ്റ്റ് മിസ്റ്റേക്സ് ആർ ഫർഗിവൻ. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതുക. അങ്ങനെ ഒരു ജീവിതകാലം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. കഴിഞ്ഞതെല്ലാം കാലമാകുന്ന മറവിയുടെ കൂടാരത്തിൽ ഒളിപ്പിക്കുക. ഡ്രീം, ഡ്രീം ഫോർ എ ബ്യൂട്ടിഫുൾ ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്. എങ്ങനെ എനിക്ക് നീതി പുലർത്താനാവുക? നീതി, അവിടെയാണ് അറേഞ്ച്ഡ് മാരേജിന്റെ പ്രസിദ്ധി. അതുവരെ പരസ്പരം അറിയാത്ത രണ്ടു പേർ വിവാഹശേഷം ആദ്യ രാത്രിയിൽ ഒരുമിക്കുന്നു. They don't know each other till that bloody moment. ഭാര്യ ഭർത്താക്കന്മാർ ആദ്യ രാത്രിയിൽ തന്നെ മനസ്സ് തുറക്കാൻ ചങ്കൂട്ടം കാണിക്കുമോ? Tell me. തുറന്നാൽ പിന്നെ ഇവിടെ വിവാഹമോചനത്തിനേ സമയം കാണും. ചില പുരുഷന്മാർ അന്യ സ്ത്രീകളോട് പിന്നാലെ പോവും. അപ്പോഴും അവൻ അവന്റെ ഭാര്യ പരിശുദ്ധയാവണമെന്ന് വാശി പിടിക്കും. തനിക്ക് ആരുടെ ഭാര്യയും പ്രാപിക്കാം. ഇതൊരു വിശ്വസിപ്പിക്കലാണ്. ആ വിശ്വാസത്തിന്റെ നൂലിഴയലാണ് മിക്ക ദാമ്പത്യ ജീവിതങ്ങളെയും കോർത്ത് ഇണക്കിയിരിക്കുന്നത്. യു ഓൾസോ ക്യാൻ ബി ലൈക്ക് ദാറ്റ്. നിനക്കുമാകാം. വൈ നോട്ട്? നല്ലൊരു ജീവിതം വന്ന് വിളിക്കുകയാണെങ്കിൽ പോയിക്കോളൂ. നിനക്ക് വേണ്ടതെല്ലാം ഉണ്ടാകും. ഇതുപോലെ ശ്വേത, അവനോട് അധികം തർക്കിക്കാൻ പോകണ്ട. നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്ക്. കഴിഞ്ഞതൊക്കെ മറന്ന് ഇനിയൊരു പുതിയ ജീവിതമാണ് വേണ്ടത്. താനത് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, പക്ഷെ അവൻ്റെ ഒരു നോട്ടം പോലെ എനിക്കിപ്പോൾ പേടിയാ. അവൻ എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു, സഹായിയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അവനെ പേടി. ഞാൻ അകന്നു പോയാ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു തന്നെ എനിക്കറിയില്ല. അതൊരു തോന്നല. നല്ലത് ചിന്തിക്ക. നീ ഇപ്പോ എനിക്കൊരു ബലമാ. എല്ലാത്തിനും നീ കൂടെ ഉണ്ടാവില്ലേ? ഇല്ല, ഇനി കാണണ്ട. കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല. അതാ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിന് നല്ലത്. എന്തിനാ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നു. മനു, 2 ദിവസം കഴിഞ്ഞാ എൻ്റെ വിവാഹ. ആയിക്കോട്ടെ, പക്ഷെ നിന്നെ വിശ്വസിച്ച് ഞാൻ ഏറ്റെടുത്ത ജോലികൾ, ഇന്നൊരു ദിവസം കൂടി നിന്നെ വേണം. നിന്റെ ആ പഴയ ചടുലതയിൽ, ഊർജത്തിൽ. പ്ലീസ്, ഇനി എന്നെ നിർബന്ധിക്കരുത്. ശരീരം കൊണ്ട് മാത്രമല്ല, മാനസികമായി ഞാൻ മാറാൻ ശ്രമിക്കുക.
അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പെട്ടെന്ന് ഊരിപ്പോവാനൊന്നും പറ്റില്ല. വേണ്ട മനു, പ്ലീസ് നിർബന്ധിക്കരുത്. നിനക്കിത് പറയാം, പക്ഷെ ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്ന. ശ്വേത, ഞാൻ ഇന്നൊരു രാത്രിയെ ചോദിക്കുന്നുള്ളൂ, ഒരു രാത്രി മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാലും വീട്ടിലെത്തിക്കാം. പ്ലീസ്. എങ്ങനെ? എന്താ പറഞ്ഞ? നാളെ കഴിഞ്ഞ ഞാൻ മറ്റൊരാളുടെ ഭാര്യ, അയാളെ വഞ്ചിച്ച്. എന്താ നിർത്തിയത്? ഏത് കുമ്പസാര കൂട്ടിക്കയറി നിന്നാലും, എത്ര വലിയ ചാരിത്രം ചമഞ്ഞാലും വാസവദത്ത ഒരു തേവിടിച്ച് തന്നെയായിരുന്നു. ഇതുമൂലം എനിക്കുണ്ടാവുന്ന നഷ്ടം എത്രയാണെന്ന് നിനക്കറിയാമോ? എന്നെ കൂട്ടിക്കൊടുത്ത ഇന്ന് നിനക്ക് കിട്ടുന്നതിലും കൂടുതലുണ്ട്.